വാട്ടർ അതോറിറ്റിക്കാരുടെ തോന്നിവാസം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരു പുതിയ റോഡൊക്കെ പണിത് കഴിഞ്ഞാൽ ചാടി കയറി മാന്തി പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് പൊളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുന്നേയൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിലൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. ഇരിട്ടിയിൽ നിന്ന് പയ്യാവൂർക്ക് പോകുന്ന വഴിക്ക് നല്ല ഒന്നാന്തരം റോഡാണ്, മലയോര ഹൈവേ ആണ്, നല്ല റോഡാണ്. നിങ്ങളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ആ റോഡ്. നിങ്ങൾ ഈ റോഡ് കാണുന്നുണ്ടല്ലോ, ഈ റോഡിന് രണ്ട് സൈഡിലും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നടക്കാനായിട്ടുള്ള ഒരു വഴിയും അല്ലെങ്കിൽ വണ്ടി ഇറക്കി നിർത്താനായിട്ടുള്ള ഒരു വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈൻ ബോർഡുകളും കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകളും കാര്യങ്ങളും റിഫ്ലക്ടറുകളും എല്ലാം ചെയ്തു വെച്ചിട്ടുള്ള നല്ല വൃത്തിയുള്ള റോഡാണ്. രണ്ട് സൈഡിലും കാന അടക്കം ചെയ്തു വെച്ചിരിക്കുന്ന നല്ല വൃത്തിയുള്ള റോഡ് തന്നെയാണ്. ആ ഒരു റോഡിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് ഇപ്പം എൻ്റെ പുറകിൽ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിനി അതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കാം. ഏതായാലും നിങ്ങൾ ഈ റോഡ് കണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കോടികൾ കോൺട്രാക്റ്റ് കൊടുത്ത് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് സർക്കാർ പണിതിരിക്കുന്ന ഒരു റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. പല സ്ഥലത്തും നമ്മൾ ഇതേ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിക്കാർ ഒരു റോഡ് പണിതാൽ ഉടനെ തന്നെ കുത്തിപ്പൊളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇത്തരം ഒരു വൃത്തികെട്ട കാഴ്ചയാണ് ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. ഇതിനൊന്നും ഒരു ന്യായീകരണമില്ല കേട്ടോ. ഈ 21-ാം നൂറ്റാണ്ടിൽ 2024 റോഡ് കുത്തിപ്പൊളിക്കാതെ ഒരു പൈപ്പ് ഇടാൻ പറ്റുന്ന ഒരു മാർഗ്ഗം കണ്ടുപിടിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത്, മറ്റ് രാജ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ, അതൊന്നും ഇവിടെ പ്രാബല്യത്തിൽ വരുത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ റോഡ് നശിപ്പിക്കുന്നത് വളരെ വൃത്തികെട്ടൊരു ഇടപാടാണ്. ഏതായാലും ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഇതുപോലെ കാണിക്കുന്നത് തോന്നിവാസം തന്നെയാണ്. ഇത് പയ്യാവൂരിൽ നിന്ന് ഇരിട്ടിയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചയാണിത്. കിലോമീറ്ററുകൾ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. ഞാനൊരു ചെറിയൊരു പോർഷൻ മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. ഇതുപോലെ ഒത്തിരി ദൂരം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം ഒന്നും കാണിക്കാൻ എനിക്ക് സാധിക്കില്ല. വളരെ വൃത്തികെട്ട ഒരു കാഴ്ച തന്നെയാട്ടോ ഇത്, പറയാതിരിക്കാൻ മേല. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ഒരു വെറും മണ്ടന്മാരാണോ അതെയോ എന്താ വിഡ്ഢികളാണോ അവർ? ഇത്ര കാലമായിട്ടും ഇതിനൊരു പോംവഴി കണ്ടുപിടിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് എത്ര ലജ്ജാകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതുപോലെ ഇത്ര വൃത്തിയായിട്ട് പണിത് വെച്ചിരിക്കുന്ന ഒരു റോഡ് കാണിച്ചു വെച്ചിരിക്കുന്നതാണിത്. ഏതായാലും നിങ്ങളുടെ ഒരു അഭിപ്രായമൊക്കെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല റോഡുകളൊക്കെ വാട്ടർ അതോറിറ്റിക്കാർ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഇങ്ങനെ കുത്തിപ്പൊളിക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് യോജിപ്പുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഏതായാലും ഇതൊക്കെയാണ് നിങ്ങളെ കാണിക്കാനായിട്ടുള്ളത്. വളരെ ലജ്ജാകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിഷമകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ഈ റോഡ് പണിതിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അതായത് ഇതൊന്ന് റീടാറിങ് ചെയ്യാൻ പോലും കാലമായിട്ടുള്ളതല്ല. അത് ഇത്രയും കട്ടിയിൽ ചെയ്തിരിക്കുന്ന ഒരു കോൺക്രീറ്റൊക്കെ പൊളിച്ച് പൈപ്പ് ഇട്ടിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിക്കാർ. ഏതായാലും ഇതാണ് വാട്ടർ അതോറിറ്റിക്കാരെ കൊണ്ട് ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാലുള്ള ഉപകാരം. ഇങ്ങനെ നല്ല നല്ല റോഡുകളുണ്ടെങ്കിൽ അവിടെ പൊളിക്കാനായിട്ട് കൃത്യസമയത്ത് വാട്ടർ അതോറിറ്റിക്കാരെത്തും. ഇപ്പം നമുക്കറിയാം, ഈ കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിക്കാർ പല സ്ഥലത്തും ഇതുപോലെ തന്നെ റോഡ് കുഴിക്കുന്നുണ്ട്. ഒരു ദാക്ഷിണ്യമില്ലാതെ മണ്ണ് മാന്തി വെച്ചിട്ട് ആ മാന്തിയ മണ്ണ് ചുമ്മാ കോരി അവിടെ കൂട്ടിയിട്ടിട്ട് പോകുന്നതല്ലാതെ, ഇപ്പോൾ ഒരു വണ്ടിക്കാരൊക്കെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് റോഡിൻ്റെ സൈഡിലേക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വണ്ടിയുടെ ടയർ താഴ്ന്നു പോകുന്നൊരു സാഹചര്യമൊക്കെയാണ് പല സ്ഥലങ്ങളിലും ഉള്ളത്. അതുപോലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ള ചെളി കംപ്ലീറ്റ് റോഡിലാണിപ്പോൾ. ഒന്നും നോക്കാനോ നിയന്ത്രിക്കാനൊന്നും ആരുമില്ല. ഇവർക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിൽ കാണിക്കാം. ഇനിയിപ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്ത് ഒന്നെങ്കിൽ കോൺക്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കും, അതും അല്ലെങ്കിൽ പുതിയ ടെൻഡർ കൊടുക്കും. ഇതിനൊക്കെ ജനങ്ങളുടെ നികുതിപ്പണം തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ എന്തായാലും മറ്റൊരു മാർഗം കണ്ടുപിടിച്ചേ തീരുള്ളൂ. കാരണം ഇങ്ങനെ റോഡ് നശിപ്പിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു ഏർപ്പാടല്ല. ഇതാദ്യമായിട്ടൊന്നുമല്ല ഇത്തരം കാഴ്ചകൾ, എങ്കിൽ പോലും ഇത് കണ്ടപ്പോൾ വളരെ വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു റോഡ് ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. അതുകൊണ്ട് മാത്രം കാണിച്ചു എന്ന് മാത്രം.